Assalamu alaikum. Welcome back to another Ramadan vlog. റമദാൻ ഒരു സ്പെഷ്യൽ ടൈമാണ് ഈ ഹോൾ ഇയറിൽ വെച്ചിട്ട്. ഓരോ ഡേയും ഡിഫറെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. ചില ഡേയ്സൊക്കെ ഭയങ്കര സ്ലോ ആൻഡ് പീസ്ഫുൾ ആയിരിക്കും. ചില ഡേയ്സ് ആണെങ്കിൽ ഇന്നത്തെ പോലെ ഫുൾ പ്രിപ്പറേഷൻ തിരക്കിലായിരിക്കും. ഈ ഒരു മന്ത് ആകുമ്പോഴേക്കും വരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമാണ്. എല്ലാ ഹോമിലും ഒരു വാംത്ത് സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാങ്കിൻ്റെ സൗണ്ടൊക്കെ കൂടുതൽ സൂത്തിങ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ലോങ് ഫാസ്റ്റിന് ശേഷം ചെറിയ സിമ്പിൾ മീൽസ് പോലും കൂടുതൽ മീനിങ് ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. ഇന്ന് നമ്മളൊരു ഇഫ്താർ ഗ്യാതറിങ് ഹോസ്റ്റ് ചെയ്യാണ്. ഇഫ്താർ ഗ്യാതറിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സൈറ്റ്മെൻ്റ് ആണ് അല്ലേ. അത് ഹോസ്റ്റ് കൂടി ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ എക്സൈറ്റ്മെൻ്റ് ആണ്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുക, എസ്പെഷ്യലി റമദാനിൽ, അതൊരു എക്സ്ട്രാ റിവാർഡിങ് ഫീലാണ്. ലോങ് ഡേ ഫാസ്റ്റിങ്ങിന് ശേഷം ഫുഡ് ഷെയർ ചെയ്യുന്നതിൽ എന്തോ ഒരു ഭംഗിയുണ്ട് അല്ലേ. ഡേറ്റ്സ് കേക്ക് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വീറ്റ് സ്നാക്സിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത് നല്ല സിമ്പിളുമാണ്, എപ്പോഴും നല്ല ടേസ്റ്റിയറായിട്ട് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ അധികം ടൈമൊന്നും എടുക്കില്ല. മൾട്ടിപ്പിൾ തിങ്സൊക്കെ കുക്ക് ചെയ്യാനുണ്ടാവുമ്പം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇത്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡേറ്റ്സ് ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കും ഡേറ്റ്സൊക്കെ നിങ്ങളുടെ സ്വീറ്റ്നെസ് അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിലേക്ക് ഞാൻ 2 ബ്രെഡ് പൗഡറാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ബ്രെഡ് ആവാൻ പാടില്ല, അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് പാലും പിന്നെ കുറച്ച് ബട്ടറും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. സോൾട്ടഡ് ബട്ടർ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ സോൾട്ട് ഇട്ട് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പിഞ്ച് സോൾട്ട് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. വേണമെങ്കിൽ കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്യാം. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്കും ഡേറ്റ്സും ഇട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം സ്വീറ്റ്നെസ് ഉണ്ടാവും. അതുകൊണ്ട് എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊരു മീഡിയം സ്വീറ്റ്നെസ് ആണ് ഉണ്ടാവുക. കുറച്ച് കൂടുതൽ സ്വീറ്റ്നെസ് വേണം എന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സ്റ്റീം കുക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഡേറ്റ്സ് കേക്കിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ. ഇതാണ് ഞാൻ പറഞ്ഞത്, മൾട്ടിപ്പിൾ തിങ്സ് ഉണ്ടാക്കുന്ന ദിവസം ഇത് ബെസ്റ്റ് ഓപ്ഷനാണെന്ന്. നമുക്ക് വേഗം ചെക്ക് ലിസ്റ്റിൽ ടിക്ക് ഇടാൻ വേണ്ടി പറ്റും. കുറേ ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ദിവസം ഇങ്ങനെ ചെക്ക് ലിസ്റ്റ് പെട്ടെന്ന് ടിക്ക് ഇടാൻ പറ്റുമ്പോൾ നല്ലൊരു സമാധാനമാണ്. പെട്ടെന്ന് പണിയൊക്കെ തീരുന്ന പോലെ തോന്നും. ഇഫ്താർ ഹോസ്റ്റിംഗ് എക്സൈറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഓവർവെൽമിങ്ങും ആണ്. ഡെലീഷ്യസ് ഫുഡ് ഉണ്ടാക്കുക മാത്രമല്ല, എല്ലാവർക്കും കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെൽക്കമിങ് സ്പേസ് ക്രിയേറ്റ് ചെയ്യലും കൂടെയാണ്. അത് ഞാനിന്ന് ഹസ്ബൻഡിന് വിട്ടുകൊടുത്തു. അതുകൊണ്ട് തന്നെ എൻ്റെ ഹാഫ് ടെൻഷൻ കുറഞ്ഞിട്ടി. ഞാനെപ്പോഴും ആദ്യമേ പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ എങ്ങനെ ആയാലും ലാസ്റ്റ് മിനിറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പണി ബാക്കിയുണ്ടാവും. ഞാൻ ഇത്രയും കാലം കൊണ്ട് ഇഫ്താർ ഹോസ്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കിയത് ബാലൻസ്ഡ് മെനു കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ചില ടൈമിൽ എനിക്ക് വെറൈറ്റി ഓഫ് സ്നാക്സ് ഉണ്ടാക്കുന്നത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എസ്പെഷ്യലി ഗസ്റ്റൊക്കെ വരുമ്പോൾ. ഞാൻ എപ്പോഴും ലൈറ്റ് ആൻഡ് ഫില്ലിംഗ് ഡിഷസ് മിക്സാക്കിയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിലും ഇന്ന് ഞാൻ 5 ഡിഫറെൻറ്റ് സ്നാക്സാണ് ഉണ്ടാക്കിയത്. അത് ചിലപ്പം ഭയങ്കര ഓവറായിട്ടൊക്കെ തോന്നിയേക്കാം. ബട്ട് എല്ലാവരും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സൊക്കെ എൻജോയ് ചെയ്യുമ്പം ഒരു സന്തോഷമാണ്, എസ്പെഷ്യലി ഇഫ്താർ ടൈമിൽ. ഫ്രൈഡ് സ്നാക്സ് ശരിക്കും ഒരു ട്രഡീഷണൽ പോലെയാണ് ഇഫ്താറിന്. ബട്ട് ഞാൻ അതിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യലുണ്ടെന്നല്ല, ഈ ഇഫ്താറിന് ട്രൈ ചെയ്തിട്ടുണ്ട്. ചില ഡേയ്സ് ഞാൻ ലൈറ്റായിട്ടാണ് എന്തെങ്കിലും ആക്കാറുള്ളത്. പക്ഷേ ഇന്ന് നോമ്പറായതുകൊണ്ട് തന്നെ വെറൈറ്റി ഓഫ് ഡിഷസ് ഉണ്ടാക്കണമല്ലോ. എനിക്ക് ഇഫ്താറിന് ഡിഫറെൻറ്റ് ഡിഷസൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. ഞാൻ ട്രൈ ചെയ്യാറും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് 1 or 2 ഫെമിലിയർ ആയിട്ടുള്ള ഡിഷസ് കീപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും ഒരു നോമ്പുറക്ക് ബെസ്റ്റ് എന്നാണ്. കാരണം എല്ലാവരും ന്യൂ ഫ്ലേവേഴ്സ് അങ്ങനെ എൻജോയ് ചെയ്യണം എന്നില്ല. സോ എല്ലാവർക്കും ഓൾറെഡി ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഇഫ്താർ ടേബിൾ കുറച്ചുകൂടി കംഫർട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കട്ട്ലറ്റും ഇറച്ചിപ്പത്തിരിയുമാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. നാട്ടിലൊക്കെ ഒരു നോമ്പുറക്ക് മസ്റ്റായിട്ടുള്ള ഐറ്റംസിൽ പെട്ടതാണ് ഇത് രണ്ടും. അത് രണ്ടും കൂടെ ആകുമ്പോൾ മസാലയും ഏകദേശം സെയിമാണ്. അതുകൊണ്ട് കുറച്ച് പണി അതിൽ കുറഞ്ഞും കിട്ടും. എത്രയൊക്കെ ന്യൂ റെസിപ്പീസ് ഉണ്ടാക്കിയാലും ഇങ്ങനത്തെ കുറച്ച് നാടൻ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മെയിൻ ഡിഷസ് ആയിട്ട് കംഫർട്ട് ആയിട്ടുള്ളതും കുറച്ച് ഫില്ലിംഗ് ആയിട്ടുള്ളതും എന്തെങ്കിലും വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളതും സേഫ് ആയിട്ടുള്ളതുമാണ് നെയ്ച്ചോറ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്ച്ചോറും ബീഫ് കറിയും പത്തിരിയും പിന്നെ ചിക്കൻ റോസ്റ്റും ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ റൈസ് ഐറ്റംസ് ചിലവർക്ക് നോമ്പെടുക്കുന്ന സമയത്ത് വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ചപ്പാത്തിയും കൂടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും പത്തിരിയും ബീഫൊക്കെ എപ്പോഴും ഒരു ഹോംലി വൈബാണ് കൊണ്ടുവരാം. കുറച്ചൊന്ന് സ്പെഷ്യൽ ടച്ചിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടറായിട്ട് അരൈസൽ ഫത്തേ കൂടെ ഞാൻ ആഡ് ചെയ്തു.
ഡിഫറെൻ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്സ് ആയിട്ട് ഓരോ ഐറ്റംസും ഇടുന്നുണ്ട്. ഇനി ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓരോ ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞാലും അതിന് വേണ്ടിയിട്ട് എടുത്ത പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് ഫുൾ ഓവർലോഡായിട്ട് കിടക്കും. പിന്നെ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. എല്ലാം അപ്പം കഴുകി വെച്ചാൽ പിന്നെ അവിടെ മൊത്തം ഫുള്ളായിട്ട് സ്പേസ് ഒന്നും പോവില്ല. ഓൾറെഡി ചെറിയ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ് നല്ല ആവശ്യമാണ്, പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയുള്ള ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഓരോന്നോരോന്ന് ഒതുക്കി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. കുറച്ച് പണികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ചെക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ഐറ്റംസേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷനും കൂടി കിച്ചണ് കുറച്ചുകൂടെ ബിസിയാവുകയും ചെയ്തു. ഇപ്പോൾ കട്ട്ലറ്റൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്. എന്നിട്ട് ബ്രെഡ് കംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് നല്ലോണം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കട്ട്ലറ്റും റെഡിയായി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പം ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ കട്ട്ലറ്റൊക്കെ സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് നമ്മൾ ഡേറ്റ്സ് കേക്ക് നല്ലോണം കുക്കായി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്, ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. ഇനി അടുത്ത ഡിഷിലേക്ക് മൂവ് ചെയ്യാണ്. ഇറച്ചിപ്പത്തിരിയാണ് ഏറ്റവും ടൈം എടുക്കുന്ന ഐറ്റം. അതിൻ്റെ ഡോ ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡോ ആദ്യം റെഡിയാക്കി വെച്ചാൽ നമ്മൾ പരത്തുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് സിമ്പിളായിട്ട് പരത്താൻ പറ്റും. ഇത് ഒരു എസെൻഷ്യൽ ഡിഷ് ആയതുകൊണ്ട് തന്നെ എടുക്കുന്ന ടൈം വർത്താണ്. ഓരോ ഡിഷിൻ്റെയും വർക്കുകൾ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കുറച്ച് ഐറ്റംസേ ഉള്ളൂ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രെപ്പ് വർക്കൊക്കെ ചെയ്താൽ ഹോസ്റ്റിംഗ് കുറച്ചും കൂടി ഈസിയറായിട്ട് ഫീൽ ചെയ്യും. ആദ്യം മാരിനേഷനൊക്കെ ചെയ്താൽ ഫ്ലേവേഴ്സൊക്കെ എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. കുറേ ടൈം നമുക്ക് സേവ് ചെയ്യാനും പറ്റും. ചിക്കൻ ചീസ് സിസേഴ്സും പ്രോൺസ് കുനാഫ പോലത്തെ ഡിഷസൊക്കെ നല്ലോണം ഫ്ലേവേഴ്സൊക്കെ ബ്ലെൻഡ് ചെയ്താലാണ് നല്ല ടേസ്റ്റൊക്കെ വരിക. ഞാൻ യൂഷ്വലി 1 ഡേ മുന്നേ തന്നെ കുറച്ച് പ്രെപ്പ് വർക്കൊക്കെ ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളാവും. നോമ്പ് തുറക്കുള്ള ഡേ നമുക്ക് അത്ര ഹെക്റ്റിക്കായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് അതിന് കുറച്ച് റീസൺസ് കൊണ്ട് അതൊന്നും ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്നൊരു റേസിങ് ഫീലാണ്. ടൈം ഇങ്ങനെ പോകുന്നു, പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള അങ്ങനൊരു ഫീലാണ് ഉള്ളത്. ഞാൻ ചിക്കൻ ചീസ് സിഗേഴ്സിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെമ്മീൻ കുനാഫൊക്കെ ഉള്ളതും ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിൻ്റെ റെസിപ്പി ഇതിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഓരോന്നിനായിട്ട് ഞാൻ ഡിഫറെൻറ്റ് ഷോർട്സ് ആയിട്ടിട്ട് ഇടാം. മാരിനേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അസർ പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇന്ന് ഞാൻ ഫുള്ള് കിച്ചൺ മാനേജ്മെൻറ്റും ഹസ്ബൻഡ് ഫുള്ള് ബാക്കിയുള്ള പണികളുമാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ എനിക്ക് കുറച്ച് സിമ്പിളായിരുന്നു. ബാക്കിയുള്ള പണികളൊന്നും നോക്കണ്ട, ജസ്റ്റ് കിച്ചണിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇഫ്താർ ഗാദറിങ് ഹോസ്റ്റ് ചെയ്യുന്നത് എക്സൈറ്റിംഗ് ആണെങ്കിലും കുറച്ച് ഓവർവെൽമിങ്ങും ആണ്, എസ്പെഷ്യലി കുറേ ഡിഷസൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ളപ്പോൾ. എപ്പോഴും നമുക്ക് ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ ഈസിയറാവും. ഒരു മോറൽ സപ്പോർട്ടിനെങ്കിലും ആരെങ്കിലും ഒരാൾ ഉണ്ടായാൽ മതി. ഇസ്ലാമിൽ പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാന്നുള്ള കൺസെപ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗസ് ഹോൾഡ് ചോർസിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ്. നമ്മളെ നാട്ടിലെ ട്രഡീഷനാണ് ആണുങ്ങൾക്ക് വീട്ടിലെ പണി പറ്റൂല, പെണ്ണുങ്ങളാണ് വീട്ടിലെ പണി എന്നുള്ളത്. ഇനി ഹസ്ബൻഡ് വീട്ടിലെ പണിയെടുത്താലോ? ന്യൂ ജനറേഷൻ വൈഫ് ആയതുകൊണ്ടാണ് ഹസ്ബൻഡിനെ കൊണ്ട് അങ്ങനെ പണിയെടുപ്പിക്കുന്നതെന്നാണ് പറയാം. ഇതൊന്നും ന്യൂ ജനറേഷൻ അല്ല, പണ്ട് നബിൻ്റെ കാലത്ത് മുതലേ ഉള്ളതാണെന്ന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നറിയില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴാണ് നമ്മളെ മക്കളും പഠിക്കുക. എനിക്ക് എൻ്റെ മോന് അങ്ങനത്തെ രീതിയിൽ തന്നെ വളരണമെന്നാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് നമ്മളെ വീട്ടിൽ കൊണ്ടുപോകാറുള്ളത്. ടീം വർക്കും കൈൻഡ്നെസ്സും ഫെയ്ത്തിൻ്റെ പാർട്ടാണെന്ന് എപ്പോഴും ഓർക്കാം. വർക്ക് ഡിവൈഡ് ചെയ്യുന്നതിനെക്കാട്ടും റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ആ ടൈം മീനിങ് ഫുൾ ആക്കുക എന്നുള്ളതും കൂടെ. എത്രയൊക്കെ പ്ലാൻ ചെയ്താലും എപ്പോഴും ആ ലാസ്റ്റ് മിനിറ്റ് റഷ് നിർബന്ധമാണ് ഇഫ്താറിൻ്റെ മുന്നേ. ഒരു മൊമെൻ്റ് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു പണി ഫുള്ള് ടൈമിൽ തീരൂലെന്ന്. ലാസ്റ്റ് ആയപ്പോഴേക്ക് കുറേയൊക്കെ വീഡിയോ എടുക്കൽ ഞാൻ ഒഴിവാക്കി. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് സംഹവ് എല്ലാം ടൈമിൽ തന്നെ തീർന്നു. ഡിന്നറിൻ്റെ കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അതിന് പിന്നെ ഇഫ്താർ കഴിഞ്ഞാൽ കുറച്ച് ടൈം കിട്ടുമല്ലോ. ടേബിൾ സെറ്റ് ചെയ്യാനൊന്നും കൂടുതൽ ടൈം കിട്ടിയില്ല. മര്യാദക്കുള്ള ഒരു വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ലായിരുന്നു. ബട്ട് ആ ഒരു പോയിന്റിൽ എല്ലാം ടൈമിന് തീർന്നല്ലോ എന്നുള്ളൊരു സമാധാനം മാത്രമാണ് എനിക്കുണ്ടായത്. ഞാൻ എപ്പോഴും മെനു ബാലൻസ് ചെയ്ത് കീപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്.
ചില ഡിഷസൊക്കെ കുറച്ച് ടൈമും എഫേർട്ടൊക്കെ എടുത്തിട്ട് ചെയ്യുന്നതാണെങ്കിലും ചിലത് ഞാൻ ഈസി ആയിട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റിയ ഡിഷസാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇന്നത്തെ എൻ്റെ എല്ലാ പ്ലാനും തെറ്റിച്ചത് ഇറച്ചിപ്പത്തിരിയാണ് കേട്ടോ. ഞാനിതൊക്കെ ഫ്രൈ ചെയ്യുന്നതിൻ്റെ നടുവിലൂടെ ഞാൻ ഗീ റൈസിനും വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ റോസ്റ്റും ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ ഫ്രൂട്ട്സ് കട്ടിങ്ങും കൂടെ കഴിഞ്ഞാൽ എനിക്കൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കാം. നോമ്പ് തുറക്കുള്ള കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ടൈമർ വെച്ചിട്ടുള്ള ഒരു റേസ് പോലെയാണ്. ബട്ട് എല്ലാം ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫൈയിങ് ഫീലാണ്. ഇനി ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി ഈ ഡേയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെൻറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കേണ്ട ടൈമാണ്. കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് മിനിറ്റ് റഷ് കൊണ്ട് കൂടുതലൊന്നും സെറ്റാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. എല്ലാ എഫേർട്ടും കഴിഞ്ഞിട്ട് റിയൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എല്ലാവരും ഫുഡ് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോഴാണ്. അങ്ങനെ ഇഫ്താറും പ്രെയറൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഡിന്നറിലേക്ക് മൂവ് ചെയ്ത്. ഇഫ്താറിൻ്റെ മുന്നേ ഉള്ള ആ ഒരു റഷൊക്കെ കഴിഞ്ഞ് ഡിന്നർ എപ്പോഴും കുറച്ചും കൂടി ഒരു റിലാക്സ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. എല്ലാവരും സമാധാനത്തിലിരുന്നിട്ട് മീലൊക്കെ എൻജോയ് ചെയ്യുന്ന ടൈം. കിച്ചണിലുണ്ടായ എഫേർട്ട് ഫൈനലി വേർത്തായ പോലെ ഫീൽ ചെയ്യുക അപ്പോഴാണ്. ഡിന്നറൊക്കെ കഴിഞ്ഞ് ആസ് യൂഷ്വൽ ഞാനും ഹസ്ബൻഡും കൂടെ ആഫ്റ്റർ ക്ലീനിങ് ഒക്കെ ചെയ്തു. യൂഷ്വലി ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനാണ് ഇഷ്ടം. പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്ത് എല്ലാം സെറ്റാക്കാനാണ് എനിക്കിഷ്ടം. ബട്ട് ഇന്നത്തെ ലാസ്റ്റ് മിനിറ്റ് റഷിന് ശേഷം നമ്മൾ രണ്ടുപേരും എക്സോസ്റ്റഡ് ആയിരുന്നു. സോ ഒരു ഷോർട്ട് ബ്രേക്കൊക്കെ എടുത്ത് അതിൻ്റെ ശേഷമാണ് നമ്മൾ ക്ലീനിങ്ങിലേക്കൊക്കെ പോയത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ അധികം ടൈമൊന്നും എടുത്തിട്ടില്ല. ഒരുമിച്ച് ചെയ്യുമ്പോൾ ക്ലീനിങ് ഒക്കെ എപ്പോഴും ഈസിയർ ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഫൈനലി കിച്ചൺ ക്ലീനായി. അങ്ങനെ ഇന്നത്തെ ഡേ സ്ലോലി എൻഡ് ചെയ്യാണ്. ഇഫ്താർ ഹോസ്റ്റിംഗ് ഒക്കെ എപ്പോഴും എക്സൈറ്റ്മെൻറ്റും റഷും കുറച്ച് കെയോസിൻ്റെ ഒക്കെ മിക്സാണ്. ബട്ട് ഇൻ ദ എൻഡ് എല്ലാം വർത്താണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ റമദാൻ ജസ്റ്റ് ഫുഡിനുള്ളതല്ല, ടുഗദർനെസ്സും ഗ്രാറ്റിറ്റ്യൂഡും പിന്നെ ചെറിയ ഓരോ മൊമെൻറ്റ്സും ആണ് ഇത് സ്പെഷ്യലാക്കുന്നത്. Thank you for watching and I hope you all enjoyed the vlog. Don't forget to subscribe, like and comment. See you in the next one.